ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ പൂക്കളം ഇട്ട് വരുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ളൊരു പൂക്കളം ആണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരച്ചു. അതിനുള്ളിലായിട്ട് കുറച്ച് നീക്കിയിട്ട് നമ്മൾ വീണ്ടും ഒരു സർക്കിൾ വരച്ചു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പൂക്കളം, എന്നാൽ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ പൂക്കളം ഇട്ട് കഴിഞ്ഞ ശേഷം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നടുക്കായിട്ട് കർവ്ഡ് ലൈൻസ് വരയ്ക്കുക. കർവ്ഡ് ലൈൻസ് വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. ഏറ്റവും നടുക്കായിട്ട് സിമ്പിളായിട്ട് വരച്ച് ചേർത്താൽ മതി. വളരെ എളുപ്പത്തിൽ വരയ്ക്കുക. ഇവിടെ ഞാൻ 6 1 2 3 4 5 6 കർവ്ഡ് ലൈൻസാണ് ഏറ്റവും നടുക്കായിട്ട് വരച്ചത്. ഓക്കെ, നടുക്കായിട്ട് നമ്മൾ കർവ്ഡ് ലൈൻസ് വരച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക. കർവ്ഡ് ലൈൻസ് വരച്ച ശേഷം നമ്മൾ അതിനെ ജോയിൻ ചെയ്തെടുക്കുകയാണ് അടുത്ത ചെയ്യേണ്ടത്. കർവ്ഡ് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക, അതും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഈസിയായിട്ട് നമുക്ക് ഇതിപ്പോൾ വരച്ച് കർവ്ഡ് ഇല്ല, ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കർവ്ഡ് ലൈൻസും ജോയിൻ ചെയ്തെടുത്തു. യെസ്, ഇനി നമ്മൾ കർവ് ചെയ്ത ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒരു കർവ്ഡ് ഔട്ട്ലൈനൂടെ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഷേപ്പ് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത്രയാണ് പൂക്കളം ഡിസൈൻ വരച്ചത്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം. അത് മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം പൂക്കളം ടീം.